إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ കേൾക്കുകയും അറിയുകയും കാണുകയും ചെയ്യുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തി ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്ക് പള്ളിയിൽ ആദ്യ സ്വഫിനാണ് കൂടുതൽ മഹത്വമുള്ളത്. എന്നാൽ പ്രയാസമുള്ള ആളുകളുണ്ട്. അല്ലാത്തവർക്കൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മുന്നോട്ട് കയറിയിരുന്നാൽ ഒന്നുകൂടി ഖൈറാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അബൂ ശുറൈഹ് റഹിമഹുല്ല ഒരിക്കൽ ഒരു യാത്ര പോവുകയാണ്. ആ യാത്രക്കിടയിൽ അദ്ദേഹം കുറെ ദൂരം പിന്നിട്ടപ്പോൾ വഴിയിൽ അദ്ദേഹം മുട്ടുകുത്തി ഇരിക്കുകയാണ്. മുട്ടുകുത്തിയിരുന്ന് അദ്ദേഹം കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ യാത്രകൾ, ജീവിതത്തിന്റെ യാത്രകൾ ഈ എൻ്റെ മരണവുമായി ആ യാത്ര കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന്
ഈ യാത്ര എന്നെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ചരിത്രം ഞാൻ പറഞ്ഞത് സലഫുകളായ ആളുകൾ, മുൻഗാമികളായ ആളുകൾ, അവര് മരണത്തെ ധാരാളമായി ഓർത്തിരുന്ന ആളുകളാണ്. ജീവിതത്തിന്റെ ആ മരണസമയത്തെ പറ്റി കൂടുതലായി ചിന്തിച്ച ആളുകളായിരുന്നു മുൻഗാമികളായ ആളുകൾ. അവരുടെ ഓരോ കാര്യങ്ങളിലും മരണത്തെ ഓർക്കുകയും മരണത്തെ ഓർത്ത് കരയുകയും ചെയ്യാറുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നാം നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെ സംബന്ധിച്ച് നമ്മൾ ഓർത്തിട്ടുണ്ടോ? ആ മരണത്തിന്റെ സന്ദർഭവും ആളുകൾ നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുകയും നമ്മുടെ മയ്യത്ത് കട്ടിലിലേറ്റി പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ നമ്മുടെ ജനാസ ഖബറടക്കുകയും ചെയ്ത് തസ്ബീത്ത് ചൊല്ലി തിരിച്ചു പോരുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നു ചേരാനുള്ള ഒരു സന്ദർഭമാണ്. അതുകൊണ്ടാണ് പല കവിതകളിലും പണ്ഡിതന്മാർ പറഞ്ഞത്, അൽ മൗതു ബാബുൻ വകുല്ലുൻ നാസു ദാഖിലുഹു, മരണം എന്ന വാതിലിലൂടെ എല്ലാവരും പ്രവേശിക്കുക തന്നെ ചെയ്യും. അതൊരു യാഥാർത്ഥ്യമാണ്. മരണം എന്ന യാഥാർത്ഥ്യത്തിലൂടെ ഓരോരുത്തരും കടന്നു പോകുമെന്നാണ്. ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീണവരെല്ലാം ഒരു ദിനം മരിക്കാനുള്ളവരാണ്. നമ്മൾ കേൾക്കുന്ന മരണവാർത്തകൾ, അല്ലെ, ചെറിയ ചെറിയ കുട്ടികളുടെ മരണവാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങിയുള്ള മരണം, 3 മാസങ്ങൾ മാത്രം പ്രായമായ കുട്ടികളുടെ മരണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഖബർ കുഴിച്ച വ്യക്തി വൈകുന്നേരം അതേ ഖബർസ്ഥാനിൽ അദ്ദേഹത്തിന് ഖബറൊരുങ്ങുന്ന വാർത്തകൾ നമ്മൾ വായിക്കാറുണ്ട്. സ്ട്രോക്ക് വന്ന് മരിക്കുന്നവർ, അറ്റാക്ക് വന്ന് മരിക്കുന്നവർ, ആക്സിഡന്റിലൂടെ മരിക്കുന്നവർ, പല രൂപത്തിലുള്ള മരണ വാർത്തകൾ കേൾക്കുകയും നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ട സുഹൃത്തുക്കളും കുടുംബത്തിലുള്ള ആളുകളും ഒക്കെ മരണപ്പെട്ടു പോകുന്നതെല്ലാം നമ്മൾ കാണാറുണ്ട്, നമ്മൾ അറിയാറുണ്ട്, നമ്മൾ ആ ജനാസകളിൽ അനുഗമിക്കാറുണ്ട്. എന്നാൽ നമ്മൾ നമ്മുടെ മരണത്തെപ്പറ്റി നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാറുണ്ടോ? അത് നമുക്ക് ഏറ്റവും വലിയൊരു തസ്കിയത്ത്, നമുക്ക് ദീനിലേക്ക് കൂടുതൽ അടുക്കാനും ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കാനും മരണചിന്ത ഒരാളിൽ കാരണമാകുമെന്നതാണ് വിശുദ്ധ ഖുർആനും ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസിൽ കാണാം, അക്സിറു ദിക്റ ഹാദിമുൽ ലദ്ദാത്ത്, സകല സുഖങ്ങളെയും കരിച്ചു കളയുന്ന ആ മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിനം മരണപ്പെടുമെന്ന, എല്ലാ മനുഷ്യരും മരണപ്പെടുമെന്ന യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറെ ദീനിയായ കാര്യങ്ങളിൽ ഉയരാൻ നമുക്ക് കഴിയുമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പലതവണ കേട്ട ആയത്താണ് സൂറത്തു ആലു ഇമ്രാനിലെ 185-ാമത്തെ ആയത്ത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ എന്താണ്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ ശരീരവും മരണത്തിന്റെ രുചി അനുഭവിക്കുന്നതാണ്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, പിന്നീട് ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നതാണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ, അവിടെ ആരാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്? വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നത്. ഫഖദ് ഫാസ്, അവനാണ് യഥാർത്ഥ വിജയം വരിച്ചവൻ. എന്നിട്ട് ഖുർആൻ പറയാണ്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, എന്നാൽ ഈ ഐഹിക ജീവിതം എന്നത് നിങ്ങളെ വഞ്ചിച്ചു കളയുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. മരണം എന്നത് എല്ലാവരും കടന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ആർക്കിടയിലും അഭിപ്രായ ഭിന്നതയില്ലാത്ത എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന, മതമില്ലാത്തവനും ദൈവനിഷേധി പോലും അംഗീകരിക്കുന്ന കാര്യമാണ് മരണമെന്ന ഒരു സമയം ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരുമെന്ന യാഥാർത്ഥ്യം. എന്നാൽ വിശുദ്ധ ഖുർആൻ ആ മരണത്തെ പറ്റി, നിങ്ങൾ ആ മരണത്തിൽ നിന്ന് എത്ര ഓടി അകലാൻ ശ്രമിച്ചാലും, അതെത്ര വലിയ കോടീശ്വരനാണെങ്കിലും അയാൾക്ക് വന്ന രോഗം ട്രീറ്റ് ചെയ്യാൻ എത്ര വലിയ കോടികൾ മുടക്കാനും, എത്ര വലിയ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആകാനും, എത്ര വലിയ ഡോക്ടർമാരെ കൊണ്ടുവരാനും അയാൾക്ക് കഴിയും. പക്ഷേ മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹു നിശ്ചയിച്ച ആ അവധി വന്നു കഴിഞ്ഞാൽ, അള്ളാഹു അവന്റെ രേഖയിൽ, അവന്റെ വിധിയിൽ അവൻ തീരുമാനിച്ച അവധി എത്തിയാൽ ഓരോരുത്തരും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി കടന്നു പോകേണ്ടവരാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമുഅയിൽ അള്ളാഹു മുനാഫിഖുൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, അതെ, നിങ്ങൾ ആ മരണത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഫഇന്നഹു മുലാഖീകും, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, എല്ലാം ദൃശ്യവും അദൃശ്യവും അറിയുന്ന റഹ്മാനായ റബ്ബിന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും.
ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം അവിടെ ഓഡിറ്റ് ചെയ്യപ്പെടും, അവിടെ കൃത്യമായി വിചാരണ ചെയ്യപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. എന്നാൽ എങ്ങനെയാണ് മരണം എന്നതിലാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ മരണം എങ്ങനെയാവണം എന്നതാണ്. എവിടെ വെച്ച് എപ്പോൾ എന്നതിന് പ്രസക്തിയില്ല, നമുക്കാർക്കും അതറിയില്ല. അള്ളാഹു തീരുമാനിച്ച ആ സമയവും സന്ദർഭവും സ്ഥലവും എത്തുമ്പോൾ അത് നടപ്പിലാകും. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു കൽപ്പന, വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് നിരന്തരമായി പറയുന്ന ഒരു വചനം നമ്മൾ ഖുതുബയുടെ തുടക്കത്തിൽ കേൾക്കാറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരണപ്പെട്ടു പോകരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ മരണം അവിടെ ആ മരണത്തിന് വേദനയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട ആ സമയത്തെ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മരണത്തെ പറ്റി പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വചനങ്ങൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരു വൃദ്ധനെ പറ്റി റസൂലുള്ള പറഞ്ഞത്, ലാ യസാലു ഖൽബുൽ കബീരി ശാബൻ ഫീ ഇസ്നൈനി ഫീ ഹുബ്ബുദ് ദുനിയ വതൂലിൽ അമൽ. പ്രവാചകൻ പറയാണ്, രണ്ടു കാര്യത്തിൽ വൃദ്ധന്റെ ഹൃദയം അവൻ ഒരു യുവത്വത്തിലായിരിക്കും എന്നാണ്. വൃദ്ധന്റെ ഹൃദയം യുവത്വത്തിലായിരിക്കും രണ്ട് കാര്യത്തിൽ. എന്താണ്? ഒന്നാമത്തത് ഹുബ്ബുദ് ദുനിയ, ഐഹിക ലോകത്തോടുള്ള ഇഷ്ടത്തിലും, വതൂലിൽ അമൽ, അവന്റെ ദീർഘായുസിന്റെ വിഷയത്തിലും അവൻ യുവത്വത്തിന്റെ ആ ചിന്തയിലായിരിക്കും. വാർദ്ധക്യം ബാധിച്ച ഒരു വ്യക്തി പോലും. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. അതുകൊണ്ട് തന്നെ എല്ലാം പൂർത്തിയായ ശേഷം മരിക്കാം എന്ന് വിചാരിക്കാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് പലതും ചെയ്തു തീർക്കാനുണ്ട്. നമ്മൾ ദുനിയാവിൽ ചെയ്ത പലതും ബാക്കിയാണ്. വീട് പണി പൂർത്തിയാവാനുണ്ട്, മക്കളുടെ വിവാഹം നടത്താനുണ്ട്, മക്കൾ പഠനം പൂർത്തിയാവാനുണ്ട്. എത്രയെത്ര കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ മനസ്സിലേറ്റി നാളെ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ. അതെല്ലാം ബാക്കിയാക്കി നമ്മൾ മരണം എന്ന യാഥാർത്ഥ്യത്തിലൂടെ നമ്മൾ കടന്നുപോകും. വിശുദ്ധ ഖുർആൻ അതെപ്പോഴാണ് എപ്പോൾ സംഭവിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല എന്ന് സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങളിൽ ഒരാൾക്കും അറിയില്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. നിങ്ങൾ എവിടെ വെച്ചാണ് മരണപ്പെടുക എന്നതും നിങ്ങളിൽ ഒരാൾക്കും അറിയില്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്ന സർവജ്ഞനും നിഗൂഢമായി അറിയുന്നവനുമാകുന്നു. അപ്പോൾ നാളെ എന്തു സംഭവിക്കും, നമ്മുടെ മരണം എപ്പോൾ, ഒരാൾക്കും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമുൽ ഗൈബിൽപ്പെട്ടതാണ്. സൂറത്തുൽ ലുഖ്മാനിലെ അവസാന ഭാഗത്ത് അല്ലാഹുവിന്റെ ഇൽമിൽ മാത്രം പെട്ട ചില അറിവുകൾ പറഞ്ഞെടുത്താണ് വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറഞ്ഞത്. ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ, എപ്പോൾ മരിക്കുമെന്നോ എവിടെ വെച്ച് മരണപ്പെടുമെന്നോ നീ ആരായേണ്ടതില്ല. കാരണം അത് ചോദിക്കേണ്ടതിന്റെ ആവശ്യകതയുമില്ല. സുനിശ്ചിതമായ കാര്യമാണത്, അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ്. മരണസ്ഥലത്തേക്ക് അല്ലാഹു ഒരാളെ എത്തിക്കുമെന്നാണ്. ആവശ്യങ്ങൾ ഉണ്ടാക്കി എവിടെയാണോ ഒരാളുടെ റൂഹ് പിടിക്കാൻ ഒരു ലൊക്കേഷൻ അല്ലാഹു തീരുമാനിച്ചു വെച്ചത് അതിലേക്ക് എത്തിക്കും. ഹദീസിലെ പ്രയോഗം എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർദിൻ ജഅല ലഹു ഇലൈഹാ ഹാജതൻ ഔ ഖാല ബിഹാ ഹാജ. റസൂലുള്ളാഹി പറയാണ്, ഒരു മനുഷ്യൻ ഇന്ന സ്ഥലത്ത് വെച്ച് മരിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ആ സ്ഥലത്ത് വെച്ച് മരിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോകാൻ അല്ലാഹു ഒരു ആവശ്യമുണ്ടാക്കി അവിടേക്ക് എത്തിക്കുന്നതാണ്. അത് ഗൾഫിലാണെങ്കിൽ, അവിടെ പോവാത്തൊരു മനുഷ്യനാണെങ്കിൽ അല്ലാഹു അവിടെയാണ് തീരുമാനിച്ചതെങ്കിൽ അവിടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കും. എത്രയെത്ര അനുഭവങ്ങളുണ്ട്. നാട്ടിൻപുറത്ത് 80-85 വയസ്സ് ജീവിച്ച വല്യമ്മ, അവർ ഗൾഫിൽ പോയി മരണപ്പെട്ടു. ചെറിയൊരു കാലയളവിനേക്ക് മക്കളുടെ അടുത്തേക്ക് പോയി തിരിച്ചു വന്നില്ല, അവിടെ മരിച്ചു. അവിടെ ഖബർ ഒരുങ്ങുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എവിടെ വെച്ചു മരിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചോ അവിടെ ആവശ്യങ്ങൾ ഉണ്ടാക്കി അള്ളാഹു അവിടെ എത്തിക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മരണത്തിന്റെ മുമ്പ് നമ്മൾ ഒരുങ്ങേണ്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ പണ്ഡിതന്മാർ നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇവിടെ മരണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സഹാബികളുടെ മരണാസന്നമായ സമയത്ത് അവരുടെ അടുക്കലേക്ക് ചെന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാണ്. അവര് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമയുടെ അടുത്ത് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പ്രവേശിക്കുകയുണ്ടായി. ആ സമയത്ത് അബൂ സലമയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയായിരുന്നു.
അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണുകൾ അടക്കുകയാണ്. ആ കണ്ണുകൾ അടച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നർ റൂഹ ഇദാ ഖുബില തബിഅഹുൽ ബസർ, തീർച്ചയായും ആത്മാവ് പിടിക്കപ്പെട്ടാൽ കണ്ണുകൾ അതിനെ പിന്തുടരും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതേപോലെ തന്നെ ആ മരണത്തിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമുക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഈ മരണം എന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ മരണത്തിന്റെ മുമ്പ് അല്ലാഹു നിശ്ചയിച്ച നൈമിഷികമായ നശ്വരമായ ഈ ദുനിയാവിലെ ആയുസ് നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത, നീ വൈകുന്നേരമായാൽ ഫലാ തൻതളിരി സ്വബാഹ്, നീ രാവിലെ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. വൈദാ അസ്ബഹത, പ്രഭാതമായാൽ ഫലാ തൻതളിരിൽ മസാ, നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്. വഖുദ് മിൻ സിഹതിക ലിമർദിക വമിൻ ഹയാതിക ലിമൗതിക, അതെ നീ രോഗിയാകുന്നതിനു മുമ്പുള്ള ആരോഗ്യത്തെ, നിന്റെ മരണത്തിലേക്ക് പോകുന്നതിനു മുമ്പുള്ള നിന്റെ ഈ ജീവിതത്തെ പുണ്യങ്ങൾ കൊണ്ട് നീ സമ്പന്നമാക്കുക എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, നിങ്ങളുടെ ക്ഷാമവും ക്ഷേമവും കൊണ്ട്, ആരോഗ്യവും അനാരോഗ്യവും കൊണ്ട്, സമ്പത്തും ദാരിദ്ര്യം കൊണ്ട്, അതേപോലെ തന്നെ അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. അതിനു മുമ്പ് നിങ്ങൾ നന്മകൾ ചെയ്ത് ആ മരണത്തിലേക്ക് നിങ്ങൾ ഒരുങ്ങുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ ബറാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു മയ്യത്തു സംസ്കരണത്തിന്, ഒരു ജനാസയുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ കൂടെ അനുഗമിച്ചു. അങ്ങനെ ഖബർസ്ഥാനിലേക്ക് പോയി ഖബറിന്റെ വക്കിലിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിലം നനയുന്ന വിധം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാക്കെന്താണ്? സുമ്മഖാൽ, പ്രവാചകൻ ഇങ്ങനെ കരയാണ്. ഖബർസ്ഥാനിൽ പ്രവാചകൻ നിലം നോക്കി ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. മണ്ണു നനയുമാറ് പ്രവാചകൻ കരഞ്ഞു. സഹാബി പറയാണ്, റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞു, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, ഇതുപോലെയുള്ള ഒരു ദിവസം നിങ്ങൾക്കും വരാനുണ്ട്, നിങ്ങൾ തയ്യാറെടുക്കുക എന്ന് പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ മരണത്തെ പറ്റി ധാരാളമായി ഓർക്കാനാണ്. ഖബർ സിയാറത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയത് എന്തിനാണ്? മരണത്തെ പറ്റിയുള്ള ചിന്തയുണ്ടാകാനാണ്. ആദ്യകാലത്ത് ഖബർ സിയാറത്ത് ഹറാമായിരുന്നു, നിഷിദ്ധമാക്കിയിരുന്നു. അതാണ് പ്രവാചകന്റെ ഹദീസിൽ കാണാം, നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സന്ദർശനം നിങ്ങൾക്ക് ഞാൻ വിരോധിച്ചിരുന്നു. കാരണം എന്താണ്? ഖബറിന്റെ അടുത്തു നിന്നാണ് അവർ വന്നത്. യഥാർത്ഥ അഖീദയിലേക്ക്, യഥാർത്ഥ തൗഹീദിലേക്ക് ഖബറാളികളോട് തേടിയിരുന്നവർ, ശിർക്കിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്നവർ, അവർക്ക് ആദ്യകാലത്ത് ഖബറിന്റെ അടുത്ത് പോകണ്ട എന്ന് വിലക്കിയിരുന്നു. എന്നാൽ അവരുടെ അഖീദയും വിശ്വാസവും തൗഹീദും ഒക്കെ കുറച്ചപ്പോ പ്രവാചകൻ അവർക്ക് അനുവദിച്ചു കൊടുക്കുകയാണ്. റസൂല പറഞ്ഞു, ആദ്യം നിങ്ങളോട് ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു, ഫസൂറുഹ, ഇനി നിങ്ങൾക്ക് ഖബറുകൾ സന്ദർശിക്കാം. ഖബർ സന്ദർശനത്തിന്റെ ലക്ഷ്യം എന്താണ്? ഫൈന്നഹ തുദക്കിറുകുമുൽ മൗത, അത് നിങ്ങളെ മരണത്തെ നിങ്ങൾ ഓർമ്മിപ്പിക്കുമെന്നാണ്. ഖബർസ്ഥാനിൽ ഒരാൾ പോയി നിൽക്കുമ്പോൾ എന്താണ് ചിന്ത വരിക? ഇതേപോലെ 6 അടി മണ്ണിൽ എന്നെയും കൊണ്ടുപോയി വെക്കും, ഞാനും ഇതുപോലെ ഒരു ദിനം ഖബറിലേക്ക് വന്നു ചേരേണ്ടവനാണ് എന്ന ചിന്തയാണ്. തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾക്ക് പരലോകത്തെ പറ്റിയുള്ള ചിന്തയുണ്ടാക്കും. നിങ്ങളുടെ കണ്ണു നനയും, നിങ്ങളുടെ ഹൃദയം പിടക്കും ഖബർ കാണുമ്പോൾ. അതാണ് ഖബർ സന്ദർശനത്തിന്റെ ലക്ഷ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. ഫജാഅഹു റജുലുൻ മിനൽ അൻസ്വാർ, അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ടോ പ്രവാചകനോട് ചോദിക്കാണ് ഒരു ചോദ്യം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, ഏറ്റവും നല്ല, ഏറ്റവും ശ്രേഷ്ഠനായ വിശ്വാസി ആരാണ്? മുഅ്മിൻ ആരാണ്? പ്രവാചകൻ കൊടുത്ത മറുപടി, അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സൽസ്വഭാവികളാണ് ഏറ്റവും നല്ല മുസ്ലിം, ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ, അവനാണ് ഏറ്റവും അഫ്ളലായ മുഅ്മിൻ. റസൂല പറഞ്ഞു. വീണ്ടും ആ വ്യക്തി തന്നെ ചോദിക്കുകയാണ് പ്രവാചകനോട്, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, പ്രവാചകരെ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള വ്യക്തി ആരാണ്? പ്രവാചകനോട് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇന്റലിജന്റ് ആയ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി ആരാണെന്നാണ് റസൂലുള്ളാഹിനോടുള്ള ചോദ്യം. പ്രവാചകന്റെ മറുപടി എന്താണ്? അക്സറുഹും ലിൽ മൗതി ദിക്റ, മരണത്തെ ധാരാളമായി ഓർക്കുകയും, ഓർക്കൽ മാത്രമല്ല ഓർക്കുകയും,
വഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ ഉലൈകൽ അഖിയാസ്. പ്രവാചകൻ പറഞ്ഞു, ശേഷമുള്ള ജീവിതത്തിലേക്ക് ഏറ്റവും നന്നായി തയ്യാറെടുപ്പുകൾ നടത്തി ഒരുങ്ങുകയും ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. വളരെയധികം ചിന്തിക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വചനമാണ്. 40 കൊല്ലമാണ് കിട്ടിയത്. ആ ജീവിതത്തെ പറ്റി നന്നായി ആലോചിച്ച് മരണമെന്ന യാഥാർത്ഥ്യത്തെ പറ്റി നല്ല ബോധ്യം ഉണ്ടായി ആ മരണത്തിലേക്ക് ഒരുങ്ങി, അങ്ങനെ മരണത്തിന് റെഡിയായി നിന്ന് അമൽ സ്വാലിഹാത്തുകളൊക്കെ റെഡിയാക്കി വെച്ച് അതിനൊരുങ്ങി നിന്നൊരു മനുഷ്യൻ, അവൻ ഏറ്റവും നമ്മുടെ നാട്ടിൽ ഏറ്റവും താഴ്ന്ന അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ഏറ്റവും ചെറുതെന്ന് തോന്നുന്ന ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും അയാളാണ് വിശ്വാസികളെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നാണ് പ്രവാചകൻ. ഈ ക്വാളിറ്റി നമുക്കുണ്ടോ? മരണത്തെ ഓർത്ത് മരണാനന്തര ജീവിതത്തിലേക്കുള്ള പാഥേയങ്ങൾ ഒരുക്കി വെക്കുന്നവരാണോ നമ്മൾ? എങ്കിൽ പ്രവാചകൻ പറയുന്നു അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നാണ് പ്രവാചകൻ പറയുന്നത്. മരണത്തെപ്പറ്റി ചിന്തിച്ചാൽ നമ്മളിൽ ഉണ്ടാകുന്ന ധാരാളം ഗുണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ വെച്ച് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന 3 കാര്യങ്ങൾ, മരണചിന്ത ഒരാളിൽ ഉണ്ടായാൽ അയാളിൽ 3 കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. മൻ അക്സറ ദിക്റൽ മൗതി ഉക്രിമ ബിസലാസത്തി അശ്യായിൻ. മരണചിന്ത വർദ്ധിപ്പിച്ചാൽ 3 കാര്യങ്ങൾ കൊണ്ട് അവൻ ആദരിക്കപ്പെട്ടു എന്നാണ്. ഒന്നെന്താണ്? തഅജീലു തൗബ. അവൻ തൗബയിലേക്ക് ധൃതി കാണിക്കും. കാരണം എനിക്ക് മരിക്കേണ്ടവനാണ്, ഞാൻ ഈ ഹറാമുകൾ ചെയ്തു വെച്ചത് അള്ളാഹുവിനോട് പെട്ടെന്ന് തൗബ ചെയ്തു മടങ്ങണം. കാരണം ഏതു സമയത്തും മരണം വരാം. രാത്രി ഉറങ്ങാൻ കിടന്നവനാണ് സൈലന്റ് അറ്റാക്ക് വന്ന് പകൽ സുബഹിക്ക് പള്ളിയിൽ വരുമ്പോൾ നമ്മൾ മരണപ്പെട്ടു എന്ന് കേൾക്കുന്നത്. ഇശാക്ക് ഒന്നിച്ചു നമസ്കരിച്ച ഒരേ സ്വഫിൽ നിന്നവരാണ്, അവരുടെ മരണമാണ് നമ്മൾ കേൾക്കുന്നത്. തഅജീലു തൗബ, തൗബക്ക് ധൃതി കാണിക്കും അവൻ മരണചിന്ത ഉണ്ടെങ്കിൽ. രണ്ടാമത്തത് വഖനാഅത്തിൽ ഖൽബ്, അവന് അള്ളാഹു കൊടുത്ത റിസ്ക് കുറഞ്ഞാലും അവനൊരു മനസ്സിലൊരു തൃപ്തി ഉണ്ടാകും. മരണചിന്ത ഉണ്ടെങ്കിൽ തൃപ്തി ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് റസൂൽ അവിടെ എന്നത് ഇബാദത്തിന് അവനൊരു ആവേശം ഉണ്ടാകുന്നതാണ്. വനശാത്തുൽ ഇബാദ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരു പ്രത്യേക ആവേശം. കാരണം എന്താ? മരണമുണ്ട്. മരണത്തിന്റെ അപ്പുറത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇബാദത്തുകൾ വേണം. ഇതേ സമയത്ത് തന്നെ പണ്ഡിതന്മാർ അതിന്റെ എതിർവശവും പഠിപ്പിച്ചു. മരണചിന്ത ഒരാളിൽ ഇല്ലെങ്കിൽ, വമൻ നസിയഹു, ഒരാൾ മരണത്തെ പറ്റി മറന്നു, അങ്ങനെയാണെങ്കിലോ 3 കാര്യങ്ങൾ അവനിലേക്ക് വന്നു ചേരും. ഒന്ന് തസ്ബീഫുസ് തൗബ, അവൻ തൗബ എന്ത് ചെയ്യും? പിന്തിപ്പിക്കും, പിന്നെയാകാമെന്ന് പറയും. രണ്ടാമത്തത് വതർക്കിർ റിളാ ബിൽ കഫാഫ്, അവന് ഉള്ളതിൽ മനസ്സംതൃപ്തി ഉണ്ടാകില്ല. എത്ര കിട്ടിയാലും അവന് മതിയാകില്ല, പിന്നെയും വേണം പിന്നെയും വേണം എന്ന് ചിന്തിക്കും. മൂന്നാമത്തെ കാര്യം വതകാസുലി ഫിൽ ഇബാദ, അവൻ ഇബാദത്തിൽ ഒരു ആലസ്യവും മടിയും അവനെ പിടികൂടും. ഒരു മടുപ്പ് തോന്നും. റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാൻ മടുപ്പ്, ഖുർആൻ ഓതാൻ മടുപ്പ്, രാത്രി നമസ്കരിക്കാൻ മടുപ്പ്. എന്താണ്? മരണത്തിനെ പറ്റി ചിന്തയില്ല, അവന് മരണപ്പെട്ടു പോവേണ്ടവനാണെന്ന ബോധമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണചിന്ത എന്നത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മരണങ്ങളും നമുക്ക് നൽകുന്നത് വലിയ ഉത്ബോധനങ്ങളാണ് നമുക്ക് നൽകി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ മരണത്തെ പറ്റി ആലോചിക്കുകയും ചിന്തിക്കുകയും ആ മരണാനന്തര ജീവിതത്തിലേക്കുള്ള പാഥേയങ്ങൾ ഒരുക്കി വെക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മരണത്തെ പറ്റിയുള്ള ചിന്ത അത് നിരന്തരമായി കടന്നു വന്നാൽ മനുഷ്യൻ്റെ ഒരു സ്വഭാവം, ഒരു ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെടുമ്പോൾ അവൻ്റെ ഈമാൻ ഉയരും. പക്ഷെ അത് ദിവസങ്ങൾ മാസങ്ങൾ പിന്നിടുമ്പോൾ അവൻ മറക്കും. വീണ്ടും പഴയ ആ ദുനിയാവിൻ്റെ മോഹങ്ങളിലേക്ക് അവൻ കടന്നു പോകും. അതുകൊണ്ടാണ് ചരിത്രത്തിൽ നമ്മൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് ഒരു ഭൃത്യനുണ്ടായിരുന്നു എന്നാണ്. ആ ഭൃത്യൻ്റെ ജോലി എന്താണ്? അദ്ദേഹത്തെ നിയമിച്ചത്, പോസ്റ്റ് ചെയ്ത് എന്തിനാണ്? തനിക്ക് മരണമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ നൽകാൻ കൂടെ ഒരാളെ കൂട്ടിയിരുന്നു എന്നാണ്. അങ്ങാടികളിൽ ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ അതിൽ ഇടപഴകുമ്പോൾ ഉമറിനെ ഓർമ്മപ്പെടുത്തണം എന്ത്? മരണമുണ്ട് ഉമർ എന്ന് പറയുമ്പോൾ ആ മരണത്തെ പറ്റിയുള്ള ചിന്തയിലൂടെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അതിന് നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി. എന്നാൽ അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നരച്ചപ്പോൾ അദ്ദേഹം ആ ഭൃത്യനെ ഒഴിവാക്കുകയും അദ്ദേഹം പറഞ്ഞു, ഈ നരച്ച താടി രോമങ്ങൾ എൻ്റെ മരണത്തിന്റെ സമയമായി എന്ന് എന്നെ അറിയിക്കുന്നു
എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദുനിയാവിൻ്റെ പിറകെ ഓടി നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ അനശ്വരമായി ലഭിക്കുന്ന ആ സുഖലോലുപതയുടെ സ്വർഗം നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമയിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്, വല്ലാഹി മദ്ദുന്യ ഫിൽ ആഖിറ ഇല്ലാ മിസ്ലു മാ യജഅലു അഹദുക്കും ഇസ്ബഅഹു ഹാദിഹി വഅശാറ യഹ്യാ ബിസ്സബാബ ഫിൽ യമ്മി ഫയൻദുർ ബിമാ യർജി. റസൂൽ പറഞ്ഞു, പരലോകത്തെ അപേക്ഷിച്ച് ഈ ദുനിയാവിന്റെ അവസ്ഥ എന്താണ്? അതിന്റെ ഒരു ഉപമ പ്രവാചകൻ പറയുന്നത്, നിങ്ങളിൽ ഒരാൾ സ്വന്തം വിരൽ സമുദ്രത്തിൽ മുക്കിയെടുത്തതുപോലെയാണ്. അതിൽ നിന്ന് അവൻ എന്താണ് കിട്ടുക? ഒരു വിരൽ മുക്കിയാൽ അവന്റെ ആ വിരലിന്റെ തൊമ്പത്ത് കുറച്ച് വെള്ളം ഉണ്ടാകും. ആ സമുദ്രത്തെ അപേക്ഷിച്ച് അത് എത്ര ചെറുതാണ്. ഇതുപോലെയാണ് പരലോകത്തെ അപേക്ഷിച്ച് നമ്മുടെ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വളരെ കുറഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സൂറത്ത് അൻകബൂത്തിലെ 64-ാമത്തെ ആയത്ത്, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, വിശുദ്ധ ഖുർആൻ പറയാണ്, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹുവുൻ വലഇബ്. ഈ ഐഹിക ജീവിതം എന്നത് വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമില്ല. വഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, തീർച്ചയായും പരലോകം തന്നെയാണ് യഥാർത്ഥമായ ജീവിതം. ലൗ കാനൂ യഅലമൂൻ, അവർ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ ഉണ്ടാകണം നമ്മുടെ കൈകളിൽ. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹശ്റിൽ പഠിപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നാളേക്കു വേണ്ടി നിങ്ങൾ എന്താണ് തയ്യാറാക്കി വെച്ചത് എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അതിസൂക്ഷ്മമായി നിഗൂഢമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പക്ഷെ ഈ നന്മകളൊന്നും ചെയ്യാതെ, സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതെ, നമ്മുടെ ഖുർആൻ ക്ലാസ്സുകളില്ല, ഖുർആൻ പാരായണങ്ങൾ ചെയ്യുന്നില്ല, ഖുർആൻ പഠനങ്ങൾക്ക് നമ്മളില്ല, അതേപോലെ തന്നെ ജമാഅത്ത് നമസ്കാരങ്ങൾ നമ്മളില്ല, ഇബാദത്തുകളെല്ലാം അവഗണിച്ച് നമ്മൾ ആ സൽക്കർമ്മങ്ങളൊക്കെ നമ്മൾ എവിടെയോ അശ്രദ്ധമായി കടന്നുപോയ ഒരു മനുഷ്യൻ വിലപിക്കുന്ന ഒരു സമയമാണ്. അവന്റെ ആത്മാവുകളെ പിടിക്കാൻ മലക്കുൽ മൗത്ത് വരുന്ന ആ സമയം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ സമയത്ത് അവൻ വിലാപങ്ങൾ പറയുമെന്നാണ്. അവന്റെ അവസാനത്തെ അവസരം കഴിഞ്ഞ് അവന്റെ ആത്മാവുകളെ പിടിച്ചു വെക്കുന്ന ആ രംഗത്തെ പറ്റി സൂറത്ത് മുഅ്മിനൂനിൽ പറയുന്നുണ്ട്. ഫൈദാ ജാഅ അഹദുഹുമുൽ മൗത്ത്, അവരിൽ ഒരാൾക്ക് മരണം അവന്റെ അടുക്കലേക്ക് വന്നാൽ അവൻ പറയും, ഖാല റബ്ബിർജിഊൻ, റബ്ബേ എന്നെ ഒന്ന് മടക്കി തരുമോ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയതായ, ഞാൻ ഒഴിവാക്കിയതായ, ഞാൻ അശ്രദ്ധമായി കണ്ട എല്ലാ സൽക്കർമ്മങ്ങളും ഞാൻ ചെയ്തു കൊള്ളാം. കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്തു കൊള്ളാന്നാണ് അവൻ പറയുന്നത്. മരണത്തിന്റെ സമയത്താണ് അവന്റെ വിലാപം. ഒരല്പ സമയം കൂടി നീട്ടിക്കിട്ടിയാൽ, റബ്ബേ ഞാൻ നന്മകൾ ചെയ്തു കൊള്ളാം, നിസ്കരിക്കാം, നോമ്പെടുക്കാം, സൽക്കർമ്മങ്ങൾ ചെയ്യാം, ദിക്റുകൾ ചൊല്ലാം, ദുആ ചെയ്യാം, എല്ലാം ചെയ്യാം, സ്വതക്ക ചെയ്യാം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ മറുപടി എന്താ? കല്ലാ, വേണ്ടതില്ല. ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വാക്ക് മാത്രമാണ്. ഹുവ ഖായിലുഹാ, അവനതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വമിൻ വറായിഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ അവൻ പിന്നെ അവന്റെ മരണത്തിന്റെ അപ്പുറത്ത് ഒരു തിരശീല വീഴുകയാണ്. അതിനാണ് നമ്മൾ ബർസഖ് എന്ന് പറയുന്നത്. മരണത്തിന്റെ അപ്പുറത്ത് അവൻ ബർസഖിലാണ്. പിന്നീട് സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ എന്ന മലക്ക് രണ്ടാമത്തെ ഊത്തൂതുമ്പോഴാണ് യബ്അസു മൻ ഫിൽ ഖുബൂർ, അവൻ ഖബറുകളിലുള്ളവരെ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. അതുവരെ ബർസഖിലാണ് മനുഷ്യനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹം പറയുന്നത്, വീഴ്ച വരുത്തിയ ഓരോരുത്തരും മരണാസന്ന സമയത്ത് ഖേദിക്കുകയും അവൻ 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 തൃപ്തി തേടിക്കൊണ്ടും കൈവിട്ടുപോയത് തിരിച്ചു പിടിച്ചുകൊണ്ടും അവൻ എന്ത് ചെയ്യും? അവൻ ഒരൽപ്പമെങ്കിലും കാലയളവ് നീട്ടിക്കിട്ടാൻ വേണ്ടി അവൻ അപേക്ഷിക്കുമെന്നാണ്, അവൻ തേടും. അപ്പോൾ വിദൂരത്തായിരിക്കും അവന്റെ അഭിലാഷം എന്ന് പറഞ്ഞാൽ അവന്റെ ആഗ്രഹവും അവന്റെ പ്രതീക്ഷയൊന്നും അവിടെ നടപ്പിലാവുകയില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, വരാനുള്ളത് വന്നു. അവിടെ മരണം എന്ന യാഥാർത്ഥ്യം വന്നാൽ പിന്നൊരു നന്മ ചെയ്യാൻ അവൻ അവസരങ്ങളില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ആ മരണത്തെ പറ്റി ആലോചിച്ച് ആ മരണത്തിന് മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ നിലക്ക് മരണചിന്ത എന്നും നമ്മുടെ മനസ്സിൽ പച്ച പിടിച്ചതായി നിൽക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മുൻഗാമികളെല്ലാം അവരുടെ ജീവിതത്തിൽ ആ നിലക്ക് മരണത്തെ പറ്റിയുള്ള ഓർമ്മകൾ ഇങ്ങനെ അവരേതു സമയത്തും അതിനെ കൊണ്ടു നടന്നത് എന്നാണ്. അതായിരുന്നു അവരുടെ ജീവിതത്തിന്റെ തഖ്വക്കും ഈമാനിനും അവർക്ക്
പിന്നെ കാരണമായി തീർന്നത് ഈ ചിന്തയായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായ ധാരാളം ആളുകൾ, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത പലരുമുണ്ട്. അല്ലാഹു എല്ലാവരുടെയും രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഡോക്ടർ മുനീർ സാഹിബ്, അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അല്ലാഹു അദ്ദേഹത്തിന് പൂർണ്ണമായും ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മൾ പലർക്കും നേരിട്ട് പരിചയമുള്ള പാനൂരിലുള്ള OT നാസർ സാഹിബ്, എല്ലാവർക്കും വളരെ പുഞ്ചിരിയോടുകൂടെ മാത്രം എല്ലാവരെയും അഭിമുഖീകരിക്കുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന്റെ മരണവാർത്ത നമ്മളറിയും. പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്ന് അദ്ദേഹം മരണപ്പെട്ടത്. 3 മണിക്കാണ് അദ്ദേഹത്തിന്റെ ജനാസ പാനൂരിലെ മസ്ജിദുർ റഹ്മയിൽ വെച്ചാണ് 3 മണിക്ക് നടക്കുന്നത്. 4 മണിക്ക് പാനൂർ ജുമാഅത്ത് പള്ളിയിലും ജനാസ നമസ്കരിക്കുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നമസ്കരിക്കാൻ എത്തണമെന്ന് പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വീഴ്ചകൾ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അള്ളാഹു ഇനി അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അള്ളാഹു ഇനി അവർക്ക് നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദ്ദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ تقبل منا إنك أنت السميع العليم. اللهم إنا نسألك الجنة. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.